ഹലോ, ഇപ്പം നമ്മൾ നട്ട ഇഞ്ചിയുടെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. ഇഞ്ചി വളർന്നു. നമ്മുടെ വീഡിയോയ്ക്ക് ഇഞ്ചി നടാന്ന് പറഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരുടെയും നിന്നും ഭയങ്കരമായൊരു പ്രോത്സാഹനം കിട്ടി. ഒരുപാട് പേര് കണ്ടു, ഭയങ്കര സന്തോഷം. അപ്പോൾ ഇഞ്ചിക്ക് നമ്മൾ ഇനി എന്താണ് വളം ചെയ്യണമെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനുള്ളൊരു റിപ്ലൈ പോലെയാണ് ഈ വീഡിയോ. നമ്മളിനി എന്താണ് ഇഞ്ചിക്ക് വളം വെച്ച് കൊടുക്കണമെന്നുള്ളത് ഈ വീഡിയോയിൽ പറയാം. പൊട്ടാഷും ഫാക്ടംബോസും ഇഞ്ചി മുളച്ചു. ഇതിനി അല്പ രാസവളം ചേർക്കണം. അപ്പോൾ ഒരു തടത്തിന് ഫാക്ടംബോസും അതുപോലെ തന്നെ പൊട്ടാഷ് 250 ഗ്രാം വീതം, അങ്ങനെ മൊത്തം ഒരു 500 ഗ്രാം ഒരു തടം ഇഞ്ചിക്ക് ഇട്ട് കൊടുക്കണം. കട കുടിക്കാതെ അകലത്തിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. അങ്ങനെ ഇട്ട് കൊടുക്കാൻ പോവുക. ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കണം, ഇവർ ഈ വീട്ടിലെയും ഇത്രയധികം ഇഞ്ചി കൊണ്ട് എന്താ ചെയ്യണേ? അപ്പോൾ ഇഞ്ചി എങ്ങനെ ബൾക്കായിട്ട് പ്രോസസ്സ് ചെയ്ത് വെക്കാം, സേവ് ചെയ്ത് വെക്കാം, എങ്ങനെ ജിഞ്ചർ ക്യൂബ്സ് ഉണ്ടാക്കാം, ചുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെപ്പറ്റി ഇഞ്ചിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലെ എല്ലാ വീഡിയോസും കൂടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഈ വീഡിയോൻ്റെ അവസാനം ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കാണാതെ പോകരുത്. ഫാക്ടംബോസും പൊട്ടാഷും അങ്ങനെ കടക്കിട്ടു. കടയ്ക്ക് ചവറൊക്കെ കൂട്ടി നമ്മൾ മണ്ണിടാൻ പോവാണ്. അപ്പോൾ ഈ തരത്തിൽ മണ്ണിട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതൊരു മാസം കഴിഞ്ഞോട് കൂടിയിട്ട് ഇതിൽ കടയ്ക്ക് നന്നായിട്ട് ചാണം വെച്ച് ഒന്നുകൂടി മണ്ണിടണം.